ജനസേവനം എന്ന പേരിൽ എടവനക്കാട് ആരംഭിച്ച CSC സെന്ററും മൾട്ടിമീഡിയ സ്റ്റുഡിയോയും KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KA സാജിദ്, അസീന അബ്ദുൾ സലാം, ഇക്ബാൽ, അനിൽകുമാർ, അനിൽ പ്ലാവിയൻസ്, വിജോയ്സ് റാംബിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ സംരംഭങ്ങൾക്ക് ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം പ്രാവർത്തികമാക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നന്നായിട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനസേവന കേന്ദ്രം മാത്രമല്ല, മൾട്ടിമീഡിയ എന്നുള്ള തരത്തിൽ നമ്മുടെ ഈ സെന്റർ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സഹോദരിമാരാണ്. ഈ സഹോദരിമാരുടെ ഈ സംരംഭത്തെ ഏറ്റവും നന്നായിട്ട് ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വൈപ്പിങ്കരയുടെ പ്രിയ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവരുകളെ ഏറെ സ്നേഹത്തോടെ സുബിത നമ്മുടെ വൈപ്പിങ്കരയിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലെല്ലാം നടത്തുന്ന നമ്മുടെ വാർത്തകളെല്ലാം സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലകൾ വരെ വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം വീടിന്റെ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതൊരു പൊതുസ്ഥാപനത്തിലേക്ക് മാറുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ സ്റ്റുഡിയോ തന്നെ വരുന്നത്. അതിനോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ജനസേവന കേന്ദ്രം അതുകൂടി വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. നന്നായി ഇത് പ്രവർത്തിക്കാൻ കഴിയും. 2 നാത്തൂന്മാരും കൂടിയാണ് ഇത് തുടങ്ങുന്നത്. നാത്തൂൻ പോരില്ലാതെ ഇത് ഭംഗിയായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിച്ചു. ഇന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം സുബിതയുടെ പേരിലുള്ള ഒരു സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം, അത് അവളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. സുബിതനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ 2020 പറയാൻ ഒരു ചെറിയ കാര്യം മാത്രം. 2020 ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയാ, അതിൻ്റെ ഒരു ഓഡിയോ എന്നെ കുറിച്ചുള്ള നല്ല ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ഒരു പബ്ലിസിറ്റി അവൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്തത് എൻ്റെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ അനിച്ചേട്ടനായിട്ടാണ്, അനിച്ചേട്ടൻ്റെ ഓഫീസിലാണ് അവൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പല പല കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടുള്ള ഒരാളാണ്. ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കൂടിയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതിനൊക്കെ തരണം ചെയ്ത് ഇന്നീ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ കഠിനാധ്വാനം തന്നെയാണ്. ഇനിയും ഉയർച്ചകളിലേക്ക് തീർച്ചയായിട്ടും പോകും. ആ ഒരു രീതിയിലേക്ക് അവൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 7 വർഷത്തോളം എൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ പണി പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് പണി പഠിച്ച കുറെ ആളുകൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലും 24-ലും മനോരമ ന്യൂസിലും ഒക്കെ ഉള്ളത് പോലെ തന്നെ ഒരു വനിത എന്നുള്ള നിലയിൽ സുബിത വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇതിലേക്ക് വന്നത്. സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് സുബിതയ്ക്കും ലിജുവിനും ഒക്കെ വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് അവര് മുന്നോട്ട് പോവാണ്. എല്ലാ ആശംസകളും. ഒപ്പം ഇവിടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്ക്. സംരംഭം ആരംഭിക്കാന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നത് പോലെയുള്ള സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ ഈ സംരംഭം ആരംഭിക്കുന്നത്. തീർച്ചയായും അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും അതിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പിന്നെ ഇടപെടലാണ്. പലപ്പോഴും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്റെ പിന്നെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരാളാണ് സുബിത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭവും തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ ഭാഗത്ത് മുഴുവനും വാർത്തകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സുബിത ഡിജു
വൈപ്പിങ്കരയിലും അതേപോലെ തന്നെ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന്റെയും വിവിധ മികച്ച പത്രപ്രവർത്തകർക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സുബിതയെ ആദരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.